നമസ്കാരം. ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിൽ. ഞാൻ ഈ വീഡിയോ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണി വ്ളോഗറിനാണ്. അദ്ദേഹം പറഞ്ഞു ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സുഹൃത്തെ മനസ്സിലാക്കുക, ലക്കി ഭാസ്കർ 2ാം വാരം കടന്നിട്ടും സിനിമ ഗിരിജ തിയേറ്ററിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. 2 ഷോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു സിനിമയുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നല്ല സിനിമ അല്ലാത്തതുകൊണ്ട് വീണ്ടും ഇവിടെ 2 ഷോ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് എത്രമാത്രം നല്ല അഭിപ്രായമുണ്ട് എന്നുള്ളത് താങ്കൾക്ക് ഇതിലും വലിയൊരു ഉദാഹരണം ഇനി നമുക്ക് തരാൻ കഴിയില്ല. കണ്ണൂർ സ്ക്വാഡും അതുപോലെ തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയൊന്നും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സിനിമകളൊക്കെ ഇവിടെ കളിച്ച് നല്ല രീതിയിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ച് പോയിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ, തനിക്ക് പറ്റിയത് കുക്കു FM ആണെന്നുള്ളത് നമ്മൾ എല്ലാ വീഡിയോകളിലൂടെയും താങ്കളുടെ വീഡിയോ കാണുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നു. എന്തായാലും താങ്കളുടെ അഭിപ്രായം ആരും തന്നെ എടുക്കാൻ പോകുന്നില്ല. ഗിരിജ തിയേറ്ററിൽ ലക്കി ഭാസ്കർ 100 കോടി ക്ലബിന് മേലെ കടന്നപ്പോൾ സിനിമ 2 ഷോ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി സിനിമയുടെ വിശേഷങ്ങൾ. നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമ കാതലൻ. അപ്പോൾ സിനിമ അത്യാവശ്യം നല്ലൊരു അഭിപ്രായം നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇവിടെ 2 ഷോ ആഡ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ 2ാം വാരം കടന്നിട്ടാണ് സിനിമ ഗിരിജ തിയേറ്ററിൽ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് ഗിരിജ തിയേറ്റർ അത്യാവശ്യം നല്ല ഫാമിലി സപ്പോർട്ടുള്ള നല്ലൊരു ലക്ഷറി സിനിമ തിയേറ്ററാണ്. 100 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നല്ല ഒരു സിനിമ കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമാ തിയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്റർ. അപ്പോൾ നമ്മുടെ ലക്കി ഭാസ്കറിൻ്റെ പോസ്റ്റ് ഞാനിത് അങ്ങനെ പോണ വഴിക്ക് ഫ്ലെക്സ് ഇവിടെ കണ്ടു. അപ്പോൾ 2 ഷോ ലക്കി ഭാസ്കർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 100 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ. ഒരു തെലുങ്ക് സിനിമയാണെങ്കിലും കൂടിയിട്ട് നല്ലൊരു അഭിപ്രായം കിട്ടി. കേരളത്തിലും നല്ല രീതിയിൽ തിരക്കുള്ള എല്ലാ സ്ക്രീനുകളിലും ഇറങ്ങിയിട്ടുള്ള എല്ലാ സ്ക്രീനുകളിലും നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ലക്കി ഭാസ്കർ. ഇപ്പോൾ ഗിരിജ തിയേറ്ററിൽ ഇന്ന് തൊട്ടിട്ട് 2 ഷോകൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഷോ ടൈം ഞാൻ പറഞ്ഞുതരാം. ഷോ ടൈം 2 ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 3 മണിക്കും 9:30. ഓക്കെ, ലക്കി ഭാസ്കർ. ഇതാണ് ഗിരിജ സിനിമ തിയേറ്റർ കേട്ടോ. ഒരുപാട് സീറ്റിങ്ങുകളുള്ള ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് ഗിരിജ തിയേറ്റർ. ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ്. ക്യൂബ്, ഡോൾബി അറ്റ്മോസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. നമ്മൾ ഒരുപാട് സിനിമകൾ ഇവിടെ കാണുന്നതാണ്. നല്ലൊരു തിയേറ്ററാണ്. സിനിമാ തിയേറ്ററിൻ്റെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.girija.com. അപ്പോൾ നസ്ലിൻ്റെ സിനിമയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗിരിജ തിയേറ്ററിൽ 2 ഷോ. 15 ഡേയ്സ് കടന്നു കേട്ടോ നസ്ലിൻ്റെ. പ്രാമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വന്നിട്ടുള്ള ഒരു സിനിമയാണ് നസ്ലിൻ്റെ. നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. ഐ ആം കാതലൻ. അപ്പോൾ ഞാൻ ഗിരിജ തിയേറ്ററിൽ തന്നെയാണ് കാതലൻ സിനിമയും കണ്ടത്. അപ്പോൾ ലക്കി ഭാസ്കർ ഒക്ടോബർ 31 ഇറങ്ങിയ സിനിമയാണ്. ഇന്നും സിനിമ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലൊക്കെ ഒരുപാട് നിറഞ്ഞ സ്ക്രീനിൽ 28 സ്ക്രീന് മേലെ സിനിമ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ബോക്സ് ഓഫീസ് ഇട്ട ഗിരിജ തിയേറ്ററിൻ്റെ. സീറ്റിങ്ങാണ് പറഞ്ഞുതരാം. റിക്ലൈനർ സീറ്റ് 290, പിന്നെ സ്ലൈഡർ സീറ്റ് 180, സ്റ്റേഡിയം ക്ലാസ് 100 രൂപ. സാധാരണ രീതിയിലുള്ള ഷോ ടൈം 12 മണി, 3 മണി, 6:30, 9:30. അപ്പോൾ അങ്ങനെ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ ഇപ്പോൾ തന്നെ ഒരുപാട് തിയേറ്ററുകളിലേക്ക് ഇപ്പോഴും സ്ക്രീനുകളിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗിരിജ തിയേറ്ററിൽ ഇപ്പോൾ ഈ 2 ഷോ ഇവിടെ സിനിമ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം പ്രേക്ഷകർ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ ടിക്കറ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടൈമാണെന്നുള്ളത്, അതായത് 2ാം വാരം കടന്നിട്ടും ടിക്കറ്റുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമകളിപ്പോൾ, അതായത് ലക്കി ഭാസ്കറൊക്കെ കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഇപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ചെറിയ ചെറിയ സിനിമകളൊക്കെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല സിനിമകളും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പോൾ ഒരു ദുൽഖർ സൽമാൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ എന്ന പേരൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ഇടിവിന് ശേഷം
അഭിപ്രായത്തിൽ ആ ഒരു ഇടിവിന് ശേഷം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ ഒരു തെലുങ്ക് സിനിമയാണെങ്കിലും നല്ലൊരു സിനിമയായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു മലയാള സിനിമ കൂടി ദുൽഖർ സൽമാൻ എത്രയും പെട്ടെന്ന് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ഒപ്പം തന്നെ ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള നല്ല നല്ല സിനിമകളുണ്ട്, ആ സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഏതാണ് ഏറ്റവും ബെറ്റർ സിനിമ എന്നുള്ളൊരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.